ഹായ് ഗേയ്സ്, ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ ഈ വർഷത്തെ പുഷ്പമേള ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി 30 ആരംഭിച്ച് ഫെബ്രുവരി 9 അവസാനിക്കുന്ന തിരുവല്ല മുനിസിപ്പൽ ഗ്രൗണ്ടിലെ പുഷ്പമേളയുടെ കാഴ്ചകളും കാര്യങ്ങളും കാണുവാനും കേൾക്കുവാനും പകർത്തുവാനുമായി ഇവിടെ എത്തി നിൽക്കുന്നു. അടുത്ത് നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് ഇവിടെ 60 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് അകത്തേക്ക് കയറുവാണ്. ഇവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്ത് അത് കയറി മേടിച്ചിട്ട് നമ്മൾ പുഷ്പമേളയിൽ കാണുവാൻ വേണ്ടി നമ്മുടെ ആദ്യത്തെ ഒരു ഇത് തന്നെ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് അതിമനോഹരമായ രീതിയിൽ പൂക്കൾ കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ സ്വാഗതം ചെയ്യുന്ന തിരുവല്ല പുഷ്പമേള 2025 അതിമനോഹരമായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ട് നല്ല കണ്ട നമ്മൾ ഫസ്റ്റിൽ നമ്മൾ കയറി വരുമ്പോൾ അതിലേക്ക് തന്നെ നോക്കിയ വേറെ അങ്ങോട്ട് നോക്കാതെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നേരെ നടന്നു വന്ന് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അത്രയും മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമുക്ക് ഒരു ആനയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആനയുടെ മുമ്പിൽ നമുക്ക് പോയി നിന്നിട്ട് സെൽഫിയൊക്കെ എടുക്കാം. തുടക്കം തന്നെ നമ്മൾ ഇറങ്ങി വരുമ്പം തന്നെ സെൽഫിയിൽ നിന്ന് തുടങ്ങി മുന്നോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് നേരെ പിന്നെ നമ്മൾ വരുമ്പോൾ നമുക്ക് കുറേ പച്ചക്കറികളാണ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പച്ചമുളക് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒത്തിരി പച്ചക്കറികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഏരിയ മൊത്തം പച്ചക്കറികളാണ്, എല്ലാ പച്ചക്കറികളും ഉണ്ട്. അപ്പോൾ അതൊരു കാഴ്ചയായിരുന്നു. 20,000 സ്ക്വയർ ഫീറ്റ് പന്തലിനുള്ളിൽ ഊട്ടി മോഡലിൽ ചെടികളും പുഷ്പങ്ങളും ബോൺസായും കാണുവാനായി നിരവധി ആളുകളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നതിലുപരി ചെടികളും വിത്തുകളും തൈകളുമൊക്കെ വാങ്ങുവാനും ഇവിടെ സൗകര്യമുണ്ട്. അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഒരു ഏരിയയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒട്ടനവധി പൂക്കളും അതുപോലെ ചെടികളും കാര്യങ്ങളൊക്കെ കാണാം. പല നിറത്തിലുള്ള പൂക്കളൊക്കെ അതിനെ കറക്റ്റായിട്ട് അടുക്കിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു രാത്രിയും കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രകാശത്തിലുമൊക്കെ ആ കളറുകളൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പുതുമ അല്ലെങ്കിൽ പുതുതായിട്ട് തോന്നുന്ന രീതിയിലുള്ള പൂക്കളും കാര്യങ്ങളൊന്നും കണ്ടില്ല. നമ്മൾ സാധാരണ ഉള്ള കാണുന്ന ആ പൂക്കളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് പലതരത്തിലുള്ളതിനെ ആ രീതിയിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഈ ലൈറ്റിൻ്റെ ആ ഒരു വെട്ടവും കൂടെ അടിക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു എന്താ പറയണ്ടേ നല്ലൊരു കാഴ്ചയാണത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ കണ്ട സെൽഫി പോയിൻ്റ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കുണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ടുണ്ട്, ഊഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്ത് പറയണ്ടേ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല കാഴ്ചയും അതുപോലെ നമുക്ക് നല്ല ഫോട്ടോകൾ സെൽഫിയും കാര്യങ്ങളും ഫോട്ടോയൊക്കെ എടുക്കാനും പറ്റിയ ഒരു ഏരിയ കൂടിയാണ് ഇവിടെ എന്ന് വേണം പറയാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണ്ട അടുത്ത ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു 3 ലവ് ചിഹ്നത്തിൻ്റെയൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ചെങ്ങന്നൂർ സരസമേളയുള്ള അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ കണ്ട റോസാപ്പൂവിൻ്റെ ഒരു ഏരിയയാണ്, നല്ല ഒരു ഇതാണ്, കാഴ്ച തന്നെയാണ്. പല നിറത്തിലുള്ള പല രൂപത്തിലും കാര്യത്തിലുമുള്ള റോസാപ്പൂക്കൾ നമുക്കിവിടെ കാണാൻ വലുതും ചെറുതുമായിട്ടുള്ളത്. 3000 സ്ക്വയർ ഫീറ്റിൽ ഓട്ടോ എക്സ്പോ, അതുപോലെ 2000 സ്ക്വയർ ഫീറ്റിൽ അക്വ പെറ്റ് ഷോ, അക്വ പ്രഷർ മസാജ് തെറാപ്പി മിഷനുകൾ, പുസ്തകമേള, പെർഫ്യൂം ബാർ, ബൽഗൻപൂരി സാരികൾ, കേരളത്തിലെ മികച്ച ഇവിടെ നമുക്ക് നല്ല ഇനം പച്ചക്കറികളും അതുപോലെ ചെടികളുടെയൊക്കെ വിത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാത്തരം പച്ചക്കറികളും ഉണ്ട്. നമുക്ക് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വളർത്താവുന്നതും ടെറസിൽ വളർത്താവുന്നതായിട്ടുള്ള പച്ചക്കറികളുടെ അതുപോലെ നല്ല പൂക്കളുടെയൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വിദേശ പുഷ്പങ്ങളുടെ ഒരു ശേഖരമാണ് ഇവിടെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് രാജ്യങ്ങളുടെ വിയറ്റ്നാം അതുപോലെ ഹോളണ്ട്, ഇക്വഡോർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ ആ പുഷ്പമേളയിൽ നേരത്തെ കണ്ട പൂക്കളിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് പുറത്തും രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള
നമുക്ക് ചിലപ്പം ആദ്യമായിട്ടാണ്, ഞാനൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് വല്ലതും ആണോ എന്ന് പോലും സംശയിച്ചു പോയി. കാരണം അതുപോലെയാണ് തീക്കെ ഇരിക്കുന്നത്. പല കളറിൽ പല ഡിസൈനിലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും നല്ലൊരു കാഴ്ചയും കാര്യങ്ങളുമായിരുന്നു ഇത്. ഇവിടെ ഈ അടുക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ്സുകളിൽ ചെറിയ കുപ്പികളിലൊക്കെ ആയിട്ട് പോലെ ഇങ്ങനെ അടുക്കി വെച്ചത്. ഇതൊന്നും വാടിപ്പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ട് അതിനകത്ത് കെമിക്കൽ ഏതാണ്ട് ഒഴിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതൊക്കെ ഒരു മനോഹരമായ ഒരു കാഴ്ചയും കാര്യങ്ങളുമായിരുന്നു. ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം നല്ല ഭംഗിയായിട്ട് ഓരോന്നും നമുക്ക് കൺകുളിർക്ക് കണ്ണ് നിറച്ച് കാണുവാനായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. മുമ്പുള്ള കാഴ്ചകൾ നമ്മൾ എപ്പോഴും പല പുഷ്പവിളകളിൽ എവിടെ പോയാലും നമുക്ക് കാണുന്ന ഒരേ രീതി തന്നെയായിരുന്നെങ്കിലും, പക്ഷേ ഇത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഇവിടെ ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്ന മറ്റേ പൂക്കളെല്ലാം നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് നൽകിയത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. 7000 സ്ക്വയർ ഫീറ്റിൽ സ്ഥിരീകരിച്ച പന്തലിനുള്ളിലെ വെജിറ്റബിൾ കാർണിവിംഗ്, കട്ട് ഫ്ലവർ ഷോ, പുഷ്പഫല കാർഷിക പ്രദർശനം, ഇക്വഡോറിൽ നിന്നുമുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള റോസ്, വിയറ്റ്നാം, തായ്വാൻ, കെനിയ, ഹോളണ്ട് വിദേശങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതി ചെയ്തിട്ടുള്ള പുഷ്പങ്ങൾ, അതുപോലെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സ്റ്റാളുകൾ എല്ലാം നമ്മുടെ ഈ തിരുവല്ല പുഷ്പമേളയിൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നിടത്ത് കണ്ട ഒരു വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണത്, കഴിഞ്ഞിട്ടില്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ അവർ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. വാഴ, അതുപോലെ ചേന, പിന്നെ നമ്മുടെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. പുള്ളി വളരെ സസൂക്ഷ്മം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള ഹൽവ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പല രുചിയിലും പല കളറിലും ഒക്കെ ആയിട്ട് ഒത്തിരി ഹലുവകൾ നമുക്കിവിടെ കാണാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മുറിച്ചൊക്കെ അവർ തരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല ചൂടും കാര്യങ്ങളാണ് വരുന്നത്, ചൂട് തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടി അവർ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് എയർ കൂളറും കാര്യങ്ങളൊക്കെ ഇവിടെ വില കുറവിന് കാര്യങ്ങളൊക്കെ നല്ല നമുക്ക് റൂമിലൊക്കെ വെക്കാവുന്ന രീതി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നാഷണൽ മൾട്ടി തവയാണ്, സാധാ ചപ്പാത്തി മേക്കർ അല്ല. ഇത് ഫ്രൈ പാൻ ടൈപ്പാ. നമ്മൾ ഫ്രൈ പാനിൽ ചെയ്യുന്നത് പോലെ എല്ലാം വിതൗട്ട് ഓയിലിൽ തന്നെ ചെയ്യാം. ചപ്പാത്തി കൂടാണ്ട് ദോശ, ഓംലേറ്റ്, ആലു ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ് ടോസ്റ്റിംഗ്, സാൻഡ്വിച്ച് എല്ലാ ഐറ്റവും ചെയ്യാം. ഇതുപോലെ ബോൾസിലാക്കി വെക്കുക. പിന്നെ ബോൾ ലേസ് ഒന്ന് ഫ്ലാറ്റ് ചെയ്തിട്ട് ഇതിൽ വെക്കണേ. നടുക്കന്ന് കുറച്ച് ബാക്കിൽ ഹാഫ് സെന്ററിൽ വെക്കുക. എന്നിട്ട് ആദ്യം ഈ ഹാൻഡിൽ പിടിക്കുക, ഈ ടോപ്പ് ലൈറ്റ് ക്ലോസ് ചെയ്യുക, ഹാൻഡിൽ ഒന്ന് പ്രസ് ചെയ്യുക, സിമ്പിൾ ആയിട്ട് പ്രസ് ചെയ്യുക, ചപ്പാത്തി പരത്തുക. നമ്മള് കല്ലിൽ പരത്തണം എന്നില്ല, പരത്തലും ചുടലും കൂടിയിട്ടാ. ഇതുപോലെ നമ്മൾ കല്ലിൽ പരത്താനായിട്ട് 1 മിനിറ്റ് വേണം. ഇതിലാവുമ്പോൾ പരത്തയും ചുടുകയും കൂടി നടത്താം, എണ്ണ ഇല്ലാണ്ട. ചപ്പാത്തിക്ക് മാത്രമല്ല, ചപ്പാത്തി പരത്തി ചപ്പാത്തിനെ തിരിച്ചിടുക, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. ആദ്യം നിങ്ങൾ ബ്ലഡ് പോയിന്റിൽ സാധാരണ 5 ആംസിന്റെ ബ്ലഡ് പോയിന്റിൽ കൊടുത്താൽ മതി. ഓവർ ചൂട് വരികയില്ല, ഓട്ടോ കട്ട് ഓഫ് ആവും. തെർമോസ്റ്റേറ്റ് സിസ്റ്റം ഉള്ളതാണ്. 1.4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലേ 1 യൂണിറ്റ് ആവും. പക്ഷെ 10 മിനിറ്റ് മതി 20 ചപ്പാത്തി പരത്തി ചൂടാം. നോർമൽ ചപ്പാത്തി നമ്മുടെ തവയിൽ ചുടുന്നത് പോലെ വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ്സ് ക്ലോസ് ചെയ്ത് വെക്കാം. ടോപ്പ് ലൈറ്റിലും ചൂടുണ്ട്, അന്നേരം ഒരു 10 സെക്കൻഡ് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. ബട്ട് ഫുൾ കെ ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുമ്പോൾ നല്ല ഡബിൾ ലെയർ ആകുമ്പോൾ സോഫ്റ്റ്നെസ് ആയിരിക്കും. അങ്ങനെ വരണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതുപോലെ ബബിൾസുകൾ വരും, എയർ ബബിൾസുകൾ വരുമ്പോഴും ചപ്പാത്തിനെ ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് ഈ ടോപ്പ് ലൈറ്റ് ജെന്റലായിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ലെയർ ചപ്പാത്തി കിട്ടും. എണ്ണയോ നെയ്യോ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ബട്ട് നമ്മളിപ്പോ ഒന്നുമില്ല, വിതൗട്ട് ഓയിലാണ് ചപ്പാത്തി, ദോശ, ആലു ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, നാന്, കാക്കര, ആലു ബട്ടർ നാന് എല്ലാം ചെയ്യും. അതുപോലെ ഫുൾ കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഡബിൾ ലെയർ ആയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് വിത്തിൻ സെക്കൻഡിൽ. ഇത് 3990 3990. ഇവിടെ ആകുമ്പോൾ 1000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ഇതുപോലെ ഡബിൾ ലെയർ ചപ്പാത്തി ആകുമ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും. ഓക്കെ.
അങ്ങനെ നമ്മൾ സ്റ്റാളുകളൊക്കെ കണ്ട് പതുക്കെ നടന്ന് വന്ന് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഒരു ഏരിയയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ട് ഇവിടെ കോളിഫ്ലവറൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനി ഫുഡ് എന്ന് പറയുമ്പോൾ എന്താ 900 സ്ക്വയർ ഫീറ്റിൽ കേരളത്തിൻ്റെ തനതായിട്ടുള്ള രുചിക്കൂട്ടുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു ഫുഡ് കോർട്ടിലേക്കാണ് നമ്മളിനി കടന്നു ചെല്ലാൻ വേണ്ടി പോകുന്നത്. അവിടെ നമ്മുടെ എന്താ പറയണ്ടേ ചെങ്ങന്നൂരുള്ള സരസ്മേളയുടെ അത്ര കാര്യങ്ങളും ഫുഡും മറ്റൊന്നും ഇല്ലെങ്കിലും ഇവിടെ നല്ല ഒരു ഏരിയയിൽ നമ്മുടെ കുറച്ച് നല്ല ഫുഡുകളും കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഗെയിംസൊക്കെ കളിക്കാനുള്ള ഏരിയ ആണ്. ആ ബോൾ ഉരുട്ടി വിട്ട് 10-36 ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഇത് കിട്ടും. അതുമല്ലാണ്ട് റിങ് എയർ ഇവിടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ കണ്ട ഒരു ബൂസ്റ്റിൽ ഒരു ചേച്ചി എറിഞ്ഞാണ്, അത് ബൂസ്റ്റിൽ ചെന്ന് വീണിട്ടുണ്ട്. അവർക്ക് ആ ചേച്ചിക്ക് അയാളുണ്ട് ആ ബൂസ്റ്റ് ഇത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആരെ കളിപ്പിച്ചുകൊണ്ട് അവർക്ക് ആ ബൂസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അടുത്തത് നമ്മൾ തോക്ക് കൊണ്ട് വെടിവെക്കുന്നതാണ്. ബലൂണുകൾ പൊട്ടിക്കണം. 5 ബലൂണുകൾ ഒക്കെ പൊട്ടിക്കേണ്ട ഒരു ഗെയിമാണ്. അതുപോലെയാണ് നമ്മുടെ പണ്ടോട്ട് നമ്മൾ കണ്ടുവരുന്ന ബോള് ഗ്ലാസ് എറിഞ്ഞ് താഴെ ഇടുന്ന ഒരു ഗെയിം. നേരെ നമ്മൾ വാട്ടർ ഫൗണ്ടൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചെറിയൊരു രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് അപ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ നമുക്ക് എന്താണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കുമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ രാത്രിയിൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് ആകാശത്തൊട്ടിലും മറ്റേ വള്ളത്തിൻ്റെതും എല്ലാം നല്ലൊരു മനോഹരമായൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മുടെ തിരുവല്ലയിലെ പുഷ്പമേള ഇവിടെ അവസാനിക്കുകയാണ്.